വഹാബികൾ ഗാഫറാക്കുന്നത്, മുസ്ലിമിയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലേ നോക്കാം. ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. വെറുതെ പറയണ. അവർ നിസ്കരിക്കും. ഇദാ സല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, വക്കത്തോട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാ. വെറുതെ പറയണ. ശിർക്കിൽ കുറഞ്ഞൊരു വർത്താനം ഭരിക്കില്ല. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹാക്കളാണ്. ഇത് ഒലക്കൊക്കെ ചിറ്റിട്ട മാരിയ മുണ്ടിയ ശിർക്ക്, സുന്നികള് മുണ്ടിയ ശിർക്ക്. കുത്തുബത്ത് ജയിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നത് തുല്യമാണ് കുത്തുബത്ത് ജയിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് ജയിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല, തീർച്ച. വെറുതെ പറയണ. നിങ്ങളെ ബുദ്ധിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ പറയുന്നതിനോട് എന്ത് പ്രതിബദ്ധതയാണ് നിങ്ങൾക്കുള്ളത്? അങ്ങനെയാണല്ലോ. ഒരു ആദർശ കൂറെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ? അവനവന്റെ ആദർശത്തോടൊരു ആദർശ ബോധമല്ലേ നിങ്ങൾക്ക്? ഇത്തരം സുന്നി മിഹ്റാബിൽ കയറി നിൽക്കുന്ന മുസ്ലിയാക്കന്മാരെ, ഉസ്താദുമാരെ പിന്നിൽ തുടരാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ എന്ന് ഞാൻ ചോദിച്ചു പോവാണ്. ഇങ്ങനെ ചോദിച്ചാലേ നിങ്ങൾ ഇത് മനസ്സിലാക്കുള്ളൂ. കുറെ ആളുകളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആയത്തുണ്ടോ, ഹദീസുണ്ടോ? ഹദീസ് പോലെ നിങ്ങൾ ചോദിക്കും പോലെ സ്വഹീഹായ ഇങ്ങനെ തന്നെ. എങ്ങനെ സ്വഹീഹായ ഹദീസ് ഉണ്ടോ മുശ്രിക്കിനെ തുറന്ന് നിസ്കരിക്കാൻ? ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. ഈ കേരളത്തിലെ ഹലാൽ ചിക്കൻ സ്റ്റാൾ എന്താണ്? ബിസ്മി ചിക്കൻ സ്റ്റാൾ, ബറക്കത്ത് ചിക്കൻ സ്റ്റാൾ, റാഹത്ത് ചിക്കൻ സ്റ്റാൾ, ഇനി എന്തൊക്കെ പേരാണ് നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവില്ലേ? എന്താണ് നിങ്ങളുടെ നാട്ടിൽ എന്തൊരു കാര്യം? ഒരു മുസ്ലിം, ഒരു അഹമ്മദ് പോക്കരി, ഖാലിദ് ബക്കറൊക്കെ നടത്തുന്ന ഒരു കോഴിക്കടയുടെ പേര് പറയുങ്ങളെ. അൽ അമീൻ ചിക്കൻ സ്റ്റാൾ നിങ്ങളെ നാട്ടിലില്ലേ? അവിടെ അറുത്ത് തരുന്നവനാരാ? കോയിനെ അറുത്ത് തരുന്നവനാരാ? സുന്നി. ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവൻ മുശ്രിക്കാണ്. ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവൻ മുശ്രിക്കാണ്. ഇരട്ട അറിവിന്റെ അടുത്തുമ്പോ പിന്നെ ഓരങ്ങളെ പട്ടികയ്ക്ക് ചേർത്തിട്ടുണ്ടോ? അവൻ അറുത്തത് ഭക്ഷിക്കാൻ പറ്റുമോ? മുശ്രിക്ക് അറുത്തത് ഭക്ഷിക്കാൻ പറ്റുമോ? ആയത്ത് ഓതണം, സ്വഹീഹായ ഹദീസും പറയണം. കാണിച്ചു തരുമോ? കാണിച്ചു തരുമോ? ഉണ്ടോ? നമ്പർ 2, ഇവിടുത്തെ അറവായ അറിവുകളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ പ്രയോഗം. എങ്ങനെ ഒന്ന് പറഞ്ഞാണ്? അറവായ അറിവുകളൊക്കെ അറക്കുന്നത് സുന്നികളാണ്. എങ്ങനെ ഒന്ന് പറഞ്ഞാണ്? ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. ഇത് ഇറച്ചി വാങ്ങാൻ കടയ്ക്ക് ചെന്നാല് അവിടെ നിൽക്കുന്ന അത് അറുക്കണതൊക്കെ മുസ്ലിയാക്കന്മാരാ. ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അല്ല, അങ്ങനെ തന്നെയല്ലേ? ആ കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും അറിവ് നടത്തുന്ന ആളുകള് മൊല്ലാഖാനെ കൊണ്ട് അർപ്പിക്കുന്നില്ലേ? ഉസ്താദുമാരെ കൊണ്ട് അർപ്പിക്കുന്നില്ലേ? അല്ലെങ്കിൽ സുന്നികളെ കൊണ്ട് അർപ്പിക്കുന്നില്ലേ? ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. എങ്ങനെ ഒന്ന് പറഞ്ഞാണ്? ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. ഇപ്പൊ നിങ്ങൾക്ക് മുശ്രിക്ക് അറുത്ത ശവത്തിന്റെ മാംസം കഴിക്കൽ ഹലാലോ ഹറാമോ? ആയത്ത് ഓതണം, ഹദീസും ഓതണം. ആയത്തോദനം, ഹദീസും ഓതണം. പറയും. നമ്പർ 2 പറഞ്ഞിട്ടോ. 1 തുടർന്ന് നിസ്കരിക്കല്. സുന്നി പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കണില്ല അവര്. മുശ്രിക്കിനെ തുടരാൻ പറ്റോ? നമ്പർ 1. അറുത്തത് ഭക്ഷിക്കാൻ പറ്റോ? നമ്പർ 2. നമ്പർ 3, സുന്നി കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. എങ്ങനെ ഒന്ന് പറഞ്ഞാണ്? ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. ഇത് ഇസ്തിഗാസ മമ്പുറന്തങ്ങളെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ.
നിങ്ങളെ ശൈലിയിലാണ് പറയുന്നത്. മുത്തുനബിയെ കാക്കണേ എന്ന് ഇസ്തിഗാസയാണ്. അത് ശിർക്കാണ് നിങ്ങൾ പറയുമ്പോ ഈ മുശ്രിക്ക് ഉള്ള കുടുംബത്തിൽ നിന്ന് മുശ്രിക്കിന്റെ മകള് സുന്നി പെൺകുട്ടികളെ നിങ്ങൾക്ക് മഹർ കൊടുത്ത് നിക്കാഹ് ചെയ്യൽ അനുവദനീയമാണോ? ആണോ? ആണെന്നാ ആയത്തോത് ഹദീസ് പറയൂ. മുശ്രിക്കത്തിന് നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? നമ്പർ 3. നമ്പർ 4, നിങ്ങളെ ബാപ്പാരും വെല്ലിപ്പാരും സുന്നികളിരുന്നു. ഇല്ല വല്ലാഹി ഇവർ മുസ്ലിം അല്ല. എങ്ങനെ ഒന്ന് പറഞ്ഞാണ്? ഇല്ല വല്ലാഹി ഇവർ മുസ്ലിം അല്ല. നിങ്ങൾക്ക് ചിന്തിച്ച വാപ്പാര് സുന്നിയാൾക്കാരൻ ആണ്. ഭൂരിഭാഗവും അങ്ങനെയാണ്. കേരളത്തിലെ അവരുടെ അപ്പോസ്തലരായി പ്രഭാഷണ വേദികളിൽ തിളങ്ങി എന്ന് പറയുന്ന ഈ സലഫികളൊക്കെ ഉണ്ടല്ലോ, ഈ വിധൈകള് ഓലെ വാപ്പാരെടുത്ത് നോക്കിയാല് സുന്നി ആശയം ഉള്ളവരാണ്. അങ്ങനെ മരിച്ചവരുമാണ്. നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഒരുപാട് വ്യക്തികളെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞുതരാം. പലരും പള്ളിയിലെ മൊല്ലാക്കന്മാരടക്കമുണ്ട്. അവര് മൗലിദ് ഓതിയെന്നല്ല, എല്ലാ പൊരിക്കുറവിട്ട് മൗലിദ് ഓതുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സുന്നിയായിട്ട് മരിച്ചങ്ങളെ വാപ്പാരും വെല്ലിപ്പാരും സ്വത്ത് മുതല് നിങ്ങളെ വിശ്വാസപ്രകാരം നിങ്ങളെ വാപ്പ മുശ്രിക്ക? ഇല്ല വല്ലാഹി ഇവർ മുസ്ലിം അല്ല. എങ്ങനെ ഒന്ന് പറഞ്ഞാണ്? ഇല്ല വല്ലാഹി ഇവർ മുസ്ലിം അല്ല. ആണ്. അപ്പൊ നിങ്ങളെ വാപ്പാരി വെല്ലിപ്പാരി സ്വത്ത് നിങ്ങൾക്ക് അനന്തരം പിടിക്കാൻ പറ്റുമോ? ലാ യരിസുൽ മുസ്ലിം അൽ കാഫിറാണോ? അല്ലേ? കാഫിറായ ഒരു മനുഷ്യന്റെ സ്വത്ത് അനന്തരം പിടിക്കാൻ പറ്റുമോ? മുശ്രിക്കായ ഒരാളുടെ സ്വത്ത് അനന്തരം കിട്ടുമോ? നമ്പർ 4, നിങ്ങൾ കാണുമ്പോ സുന്നികളെ കാണുമ്പോ സലാം എങ്ങനെ ഒന്ന് പറഞ്ഞാണ്? ഇല്ല വല്ലാഹി ഇവർ മുസ്ലിം അല്ല. മുശ്രിക്കിനോട് സലാം പറയാൻ പറ്റുമോ? പിന്നെ എന്ത് ആദർശ പ്രതിബദ്ധതയും ആദർശ വിശുദ്ധിയുമാണ് വഹാബികളെ ബിദഈകളെ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ പറയുന്നതിനോട് ചെറിയ ഒരു പ്രതിബദ്ധത നിങ്ങൾക്കില്ലേ? നിങ്ങൾ ഞങ്ങളെ മുശ്രിക്കാക്കിയതല്ലേ? ഞങ്ങളെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഇതൊരുപാടായി തുടങ്ങിക്കണേ. ഞങ്ങളെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഞങ്ങളെ അർത്ഥത് ഭക്ഷിക്കാൻ പറ്റുമോ? ഞങ്ങളെ കുട്ടികളെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? മുശ്രിക്കായ ഞങ്ങളെ വാപ്പാന്റെ സ്വത്ത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? ശിർക്കിൽ കുറഞ്ഞൊരു വർത്തമാനം ഇവർക്കില്ല. ഏതാവട്ടെ സഹായം തേടിയാൽ അത് ശിർക്കാകുക, അത് തൗഹീദാവുക, അത് ശിർക്ക് അല്ലാതെയാവുക സഹായം ചോദിക്കുന്നവന്റെ മെയിൻ അനുസരിച്ചാ. എന്തേ അങ്ങനെയല്ലേ? ശിർക്ക് അങ്ങനെ വരുള്ളൂ. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇലാഹാണ് എന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ഇലാഹിൽ ഉള്ള ഒരു കഴിവ് ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഇലാഹാണ് എന്ന് വിശ്വസിക്കണം, ഇലാഹിലുള്ള കഴിവ് ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഇങ്ങനൊരു വിശ്വാസം ഇവിടെ ഒരു സുന്നിക്കുമില്ല. ഇത് എങ്ങനെ കൂട്ടക്കാരെ ഇത് ശിർക്കാവണത്? അല്ലത് മനസ്സിലാക്കിക്കൂടെ നിങ്ങൾക്കൊന്നും? ഇതിൽ എവിടെയാണ് ശിർക്ക്? ഇഅ്തിഖാദു ഇലാഹൈനി ഇസ്നൈനി, 2 ഇലാഹുണ്ട് എന്ന വിശ്വാസം, അതാകുന്നു ശിർക്ക്. ബിമാന വാജിബുൽ വുജൂദി ഔ ബിമാന ഇസ്തിഹ്ഖാഖുൽ ഇബാദ, വാജിബുൽ വുജൂദായ ഉണ്ടാവൽ അനിവാര്യമായ നാം ചെയ്യുന്ന ഇബാദത്തിനിക്ക് അർഹനായ വേറൊരു ഇലാഹുണ്ട് എന്ന വിശ്വാസമാണ് ശിർക്ക്. ഈ ശിർക്ക് മൊയ്തീൻ ശൈഖ് കാക്കണേ, മമ്പർത്ത് തങ്ങളെ രക്ഷിക്കണേ, മുത്തുനബിയെ കാക്കണേ, മുത്തുനബിയെ
ദോഷം പൊറുക്കാൻ അങ്ങൊരു കാരണമാകണേ. എവിടെ ശിർക്ക്? നിങ്ങളെല്ലാം കണ്ടുക്കണ? വെറുതെ പറയണ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ വിശ്വാസമാണ്. ഈ വിശ്വാസമുള്ള ആള് ചെയ്യുന്ന ഇസ്തിഗാസ ശിർക്കാണ് എന്നാണ് ആര് പറയണേ? ഇവിടുത്തെ ബിദഈകൾ പറയണത്. അവരിപ്പോ എന്താ പറയണത്? ശിർക്കാണ്. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനത്തിൽ അറ്റമില്ല കേറി ഞാൻ അങ്ങയോടന്യായം യാ സയ്യിദി. ഇത് ചെയ്തവൻ, മങ്കൂസ് മൗലീദ് ഓതിയവൻ വെള്ളം ചേർക്കാത്ത ശുദ്ധമായ ശിർക്ക് പറഞ്ഞവനും പഠിപ്പിച്ചവനും ചെയ്തവനുമാണ് എന്നാണ് ഇവിടുത്തെ വഹാബികൾ പറയുന്നത്. ദോഷം ചെയ്താൽ ദോഷം പൊറുക്കുന്നവനാരാ? അല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, നബിയെ അങ്ങയോട് ഞാൻ ആവലാതിപ്പെടുന്നു, ദോഷം ചെയ്തിട്ടുണ്ട്, അങ്ങയോട് പരാതിപ്പെടുന്നു, ആവലാതിപ്പെടുന്നു, അങ്ങ് ഇടപെട്ട് എന്റെ ദോഷം പൊറുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തരണേ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. യാ ഗൗസു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ഒരു പ്രാവശ്യം ഗൗസുല്ലാദവിനെ വിളിച്ചാൽ അവൻ ഒരു വട്ടം കാഫിറായി, ഒരു വട്ടം മുശ്രിക്കായി എന്നാ പറയുന്നത്. തബ്ലീഗ് ജമാഅത്ത് അഖീദോ മേ യാ റസൂലല്ലാഹ് കുഫ്ർ ഹേ എന്ന് പറയുന്നുണ്ട്, കാഫിറാണെന്ന് പറയുന്നത്. തബ്ലീഗ് ജമാഅത്തിന്റെ വാദം അതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അന്നും ഇന്നും എന്നും ആ ആശയം ഇവിടെ ഉണ്ട്. അതിന്റെ തനതായ ശൈലിയും തനതായ ഇസ്ലാമും ഇന്നും ഇവിടെയുണ്ട്. ആര് വ്യതിചലിച്ചു പോയോ അവരെല്ലാവരും ഈ മുസ്തഖീമായ വഴിയിൽ നിന്ന് പുറത്താണ്. നിങ്ങൾ മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്ത് അതാണ് സത്യമായ വഴി. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.